ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒരാൾ ചോദിച്ചിരുന്നു, അപ്പോൾ കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യമേ തന്നെ എനിക്ക് കുറേ അധികം സബ്സ്ക്രൈബേഴ്സ്, പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം അവരോടെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത അതുപോലെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും ഇനിയും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. വളരെ ട്രഡീഷണലായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയൊന്നും അല്ല ഞാനിവിടെ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ്. പല രീതിയിലും പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വൈനിൽ സോക്ക് ചെയ്യാം, ആൽക്കഹോളിൽ അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ ഒക്കെ സോക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലം കേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അറിയാവുന്ന ഭാഗം വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ടോണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞ മുന്തിരി, കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് ഡേറ്റ്സ്, ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സിന് ഞാൻ പ്രത്യേകമായിട്ടൊരു അളവൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ അടുത്ത് എത്രയാണോ ഉള്ളത്, നമ്മുടെ വീട്ടിൽ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറഞ്ഞു പോയെന്ന് വെച്ചാലും കുറച്ചധികമായി പോയെന്ന് വെച്ചാലും പ്ലം കേക്ക്സിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള അത്രയും മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. ഇനിയും ഓറഞ്ച് ജ്യൂസ് ഇല്ലാതെയും നമുക്ക് പ്ലം കേക്ക് ചെയ്തെടുക്കാം. പെട്ടെന്നൊക്കെ ഒരു ഓർഡറൊക്കെ വരികയാണെങ്കിൽ നമുക്കപ്പോൾ ഓറഞ്ചൊന്നും കിട്ടാത്ത സമയമാണെങ്കിൽ നമുക്കതല്ലാതെയും ചെയ്തെടുക്കാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഓറഞ്ച് കിട്ടിയത് കൊണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എത്രയാണോ അതൊന്ന് മുങ്ങാനുള്ള അത്രയും ഓറഞ്ച് ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു അരക്കപ്പോളം മാത്രമേ ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാം. ഞാനിപ്പോൾ രാത്രി മുഴുവൻ മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു രാത്രി മുഴുവൻ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് അബ്സോർവായിട്ട്, ജ്യൂസൊക്കെ നന്നായിട്ട് അബ്സോർവായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ കുറച്ച് പഴയ തേനാണ്, അതുകൊണ്ടാണ് നല്ല ഡാർക്ക് കളറുണ്ട് ആ തേനിന്. അതുപോലെ ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ ക്രഷാണ്. പൈനാപ്പിൾ ക്രഷ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിലുപയോഗിക്കുന്ന പൈനാപ്പിൾ ക്രഷാണ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇത് ഉണ്ടാവത്തില്ല, പക്ഷേ ജാം കാണുമല്ലോ, നമ്മളെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ജാം ഉണ്ടായിരിക്കും. അപ്പോൾ ജാം ആണെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തീ വളരെ കുറച്ച് വെക്കണം. സമയമെടുക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റെങ്കിലും എന്തായാലും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ അത്രയും സമയം എന്തായാലും എടുക്കും. പഞ്ചസാര ഒന്ന് കരിഞ്ഞ് വരുമ്പോൾ മാത്രം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. അതിനു മുമ്പേ ഇളക്കാനായിട്ട് തുടങ്ങണ്ട. ഇപ്പോൾ പഞ്ചസാര ഒന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട്, ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കല്ലേ. തീ കൂട്ടി വെച്ചാൽ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായിട്ട് കരിഞ്ഞ് വരും, പക്ഷേ അതിനൊരു കയ്പ്പ് ചുവ വരും. തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പഞ്ചസാര ഉരുകി വരുന്ന സമയത്തിന് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണില്ല 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരമലിന് നല്ലൊരു കളറ് കിട്ടും. ഈ പഞ്ചസാര കരിഞ്ഞു വരുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് ചെറിയ ചെറിയ ബബിൾസ് പോലെ വരാൻ തുടങ്ങും, കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് മാത്രമേ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനു മുമ്പേ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് ഈ കോഫി പൗഡറിലേക്ക് ചേർത്തിട്ടുണ്ട്.
ബാക്കിയും കൂടെ ക്യാരമലിലേക്ക് ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ കുറച്ച് നേരം ഒന്ന് ഓഫായിപ്പോയി. ഞാനതിനെ അത് ഇളക്കി എല്ലാം എടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കോഫി പൗഡറും ഒക്കെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തിട്ട് മാത്രമേ നമ്മൾ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഞാൻ ഇനി ഇതൊന്ന് മാറ്റി വെക്കുകയാണേ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പ് ഞാൻ ക്യാരമലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പൊടിക്കാൻ വേണ്ടി എടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം ചുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജാതിക്കയുടെ തോടും അതിൻ്റെ പൂവും എല്ലാം കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊടിക്കാനെടുക്കുമ്പം ചുക്ക് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും ജാതിക്ക ചേർത്ത് കൊടുക്കണം. കാരണം ജാതിക്കയാണ് അതിന് നല്ലൊരു മണമൊക്കെ കിട്ടുന്നത് കേക്കിന്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമുണ്ട്. ജാതിക്ക ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് ആ പഞ്ചസാരയ്ക്ക്. കേക്കിനും അതുപോലെ തന്നെ നല്ല മണമാണ്. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബട്ടറാണ്, അതുകൊണ്ടാണ് ഈ വെള്ള കളറിൽ. കൂടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രമായിട്ട് ചേർക്കാം. 1/4 കപ്പ് ബട്ടർ മാത്രം എടുത്താൽ മതി. അതല്ലെങ്കിൽ ഓയിൽ മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാം. പൊടിച്ച പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതൊരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ ബട്ടറൊക്കെ ചേർത്താണ് ചെയ്യുന്നതെങ്കിൽ വിലയൊക്കെ അതിനനുസരിച്ച് വേണം വാങ്ങിക്കാനായിട്ട്. അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ അതിൻ്റെ വിലയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കണം. ഇതിലേക്ക് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ചല്ല, പലതവണയായിട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്തിട്ട് ഒത്തിരി സമയമൊന്നും ബീറ്റ് ചെയ്യുന്നില്ല. ഓരോരോ മിനിറ്റൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്നുകൂടി വടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് ബീറ്റ് ചെയ്ത് നമ്മൾ കേക്കൊക്കെ സെയിൽ ചെയ്യുമ്പോഴും നമ്മൾ വിലയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങാൻ. പിന്നെ ഇതിലേക്ക് ഞാൻ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ്, ബട്ടർ എസൻസ്, അതുപോലെ തന്നെ പ്ലം എസൻസ്. ഇത് 3 ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 ടീസ്പൂണോളം വെച്ച് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ, അതിലേക്ക് മുൻപേ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ എപ്പോഴും മൈദയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കേക്കിൽ ചേർക്കുന്നത്. ഇങ്ങനെ ആകുമ്പം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആ ഡ്രൈ ഫ്രൂട്ട്സ് എത്തുകയും ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് തൊലി വിളയിച്ചതാണ്. 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് തൊലി വിളയിച്ചെടുക്കുന്നത് ഞാൻ മുൻപൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ വേണ്ടവർ അതൊന്ന് കണ്ടു നോക്കണേ. കുറച്ച് പാടാണ് ഓറഞ്ച് തൊലി വിളയിച്ചെടുക്കാനായിട്ട്. നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാക്കറ്റിൽ 10 രൂപയുടെ പൗച്ചിലൊക്കെ കിട്ടും ഇപ്പോൾ വാങ്ങിക്കാനായിട്ട്. അത് വാങ്ങിച്ചാലും മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് കുറച്ച് കശുവണ്ടി, ബദാമും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പൊടിച്ചിട്ടില്ല. നമ്മുടെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതാണ്.
അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനൊരു തടിത്തവി കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പാച്ചില ഉണ്ടാകുമ്പം അത്ര ബലം പിടിച്ച് ഇളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ തടിത്തവി എടുത്തിരിക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന ക്യാരമൽ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടറിലേക്ക് ഈ ക്യാരമൽ സിറപ്പ് ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് പിരിഞ്ഞതായിട്ട് തോന്നും. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ബാറ്റർ മുഴുവൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ബാറ്ററായിട്ട് കിട്ടും. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്. പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് 2 മോൾഡിലേക്ക് മാറ്റുകയാണേ. 1/2 kg 2 കേക്ക് കിട്ടും. അപ്പോൾ ഞാനിത് 2 മോൾഡിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കശുവണ്ടി വെച്ച് കൊടുക്കാം. കുറച്ച് മുന്തിരിയും കൂടെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ എന്തെങ്കിലും ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓവനിലേക്ക് വെക്കുകയാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ 1 മണിക്കൂർ വെക്കുന്നുണ്ട്. ഇടയ്ക്ക് നോക്കും, എന്നാലും സമയം കൊടുക്കുമ്പോൾ 1 മണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 50 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഓവനിൽ നിന്ന് മാറ്റുകയാണേ. നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. പ്ലം കേക്ക് നമ്മൾ സാധാരണ ബർത്ത്ഡേ കേക്ക് ഒക്കെ ചെയ്യുന്ന ടീ കേക്കൊക്കെ ചെയ്യുന്ന പോലെ സോഫ്റ്റ് അല്ല. കുറച്ച് ഉൾവശത്ത് ബബിൾസ് ഒന്നും വരാനായിട്ട് പാടില്ല. നല്ല എന്താ പറയുന്നത്, നല്ല ഒരു പൊടിയുന്ന ഒരു പരുവമായിരിക്കണം നമ്മുടെ കേക്ക്. നമ്മൾ ബട്ടർ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല പൊടിയുന്ന പോലെ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ കുറച്ച് എനിക്ക് ഓർഡർ കിട്ടിയ കേക്കും കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.